വിഴുങ്ങിയ ചൂരൽമലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ശുചീകരിച്ചു. വ്യാപാരികളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. ദുരന്തബാധിത മേഖലകളിലെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചു. 1 മാസത്തിനകം മേഖലയിൽ സ്കൂളുകളുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ രാവിലെ ആരംഭിച്ച ശുചീകരണ പ്രവൃത്തികൾ വൈകിട്ടോടെ പൂർത്തിയായി. കടകളിലെ ചെളിയിൽ പുതഞ്ഞ സ്റ്റോക്കുകളും നീക്കം ചെയ്തു. വലിയ പ്രയാസമാണ്. മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ളത് അറിയില്ല. എല്ലാവരുടെയും സഹായം ഇല്ലാതെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ തൊട്ടടുത്ത ടൗണുകളിലേക്ക് മാറ്റാനുള്ള നടപടികളിലാണ് വ്യാപാരികൾ. ചൂരൽമല ടൗണിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുടർന്ന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവരെ സമീപ ടൗണുകളിലേക്ക് ഉചിതമായ സ്ഥലങ്ങളിലൊക്കെ റൂമുകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂളുകളും എത്രയും വേഗം പ്രവർത്തന സജ്ജമാകും. എന്തായാലും 1 മാസത്തിനുള്ളിൽ അവിടെ 1 മാസം വേണ്ട, അതിന് മുമ്പ് തന്നെ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങളിലാണ്. മുണ്ടക്കൈയും ചൂരൽമലയും ഇനി അതിജീവനത്തിന്റെ പാതയിലാണ്. പുനരധിവാസ പ്രവർത്തനങ്ങളും താൽക്കാലിക സംവിധാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിൽ നിന്നും രാജേഷ് വടകരക്കൊപ്പം ഫൈസൽ നെടുമ്പാല, ടീം മീഡിയ 1.